നമ്മൾ ഈ ബിസി ഷെഡ്യൂൾഡ് ലൈഫില് ലൈഫ് കോച്ചിങ് പഠിക്കുമ്പോഴത്തേക്കും അവർക്ക് ലൈഫ് കോച്ചിങ് പഠിക്കുന്നത് കൊണ്ടിട്ട് അയ്യോ ഇത്രയും വാസ്റ്റ് പോർഷൻ ആണോ എന്നുള്ള ഇത് കൺഫ്യൂഷൻ സ്റ്റേറ്റ്സ് ഉണ്ടാവും. അത് അത്രത്തോളം പ്രൊവൈഡ് ചെയ്യുന്നു, എന്തൊക്കെയാണ് അസിസ്റ്റൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? യഥാർത്ഥത്തില് ലൈഫ് കോച്ചിങ്ങില് വന്നിട്ട് ലൈഫ് സ്വന്തം പേഴ്സണൽ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ലൈഫ് കോച്ചിങ് വന്നവരുണ്ട്. ചില ആൾക്കാർ കോഴ്സ് ജോയിൻ ചെയ്തിട്ട് എന്റെ ലൈഫ് എനിക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴ്സ് ചെയ്തത്, എനിക്കത് മാത്രം മതി എന്ന് പറയുന്നവര് ലൈഫും ചേഞ്ച് ആവും, അവര് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സക്സസ്ഫുൾ ലൈഫ് കോച്ചായി മാറുകയും ചെയ്യും. അപ്പൊ ആദ്യം ചേഞ്ച് ആകുന്നത്, ട്രാൻസ്ഫോം ചെയ്യുന്നത് അവരവരുടെ ലൈഫാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു മാസത്തോളം അവരിലാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റുഡൻസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സിസ്റ്റം അക്കൗണ്ടബിലിറ്റി പാർട്ണർ സിസ്റ്റം ഉണ്ട്, സീനിയർ മെന്റേഴ്സിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാവും. അവരുടെ ക്വസ്റ്റ്യൻസ്, ക്വറീസ് എല്ലാം അഡ്രസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഒരാളുടെ പോലും സംശയം സമയത്ത് നിർവഹിക്കാതെ അല്ലെങ്കിൽ ആ സംശയത്തിന് മറുപടി കൊടുക്കാതെയോ കൺസിഡർ ചെയ്യാതെയോ നമ്മൾ പോകാറില്ല. എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്, ഈക്വലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്.